നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഗണേശ ചതുർത്ഥിയുടെ തുടക്കം മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെ ഇസ്ലാമിക മൗലികവാദികൾ ആക്രമണം നടത്തുന്നുണ്ട്. രാജസ്ഥാനിലെ ഭിൽവാരയിലും ഗണേശ നിമഞ്ജന ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഗണേശ നിമഞ്ജന ഘോഷയാത്ര ജഹാസ്പൂരിലെ പള്ളിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നതിനിടെയായിരുന്നു കല്ലേറുണ്ടായത്. മതമൗലികവാദികളുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഗണേശ നിമഞ്ജന ഘോഷയാത്രയ്ക്കിടെ കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപം ഇപ്പോൾ ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ശനിയാഴ്ച ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നടന്ന റാലിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പറഞ്ഞത്. മാണ്ഡ്യയിലെ നാഗമംഗലത്ത് കലാപത്തിൽ പ്രതിഷേധിച്ച ഹിന്ദു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് വിവാദം. ഗണേശമൂർത്തിയെ പോലീസ് വാഹനത്തിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വൈറലായത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി. കുരുക്ഷേത്രയിലെ പ്രസംഗത്തിനിടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രീണന രാഷ്ട്രീയത്തിൽ ഏർപ്പെടുകയാണെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി മോദി ശക്തമായി വിമർശിച്ചു. കർണാടകയിൽ ഗണപതിയെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. പോലീസ് വാഹനത്തിനുള്ളിലെ ഗണേശമൂർത്തിയുടെ വൈറൽ ചിത്രങ്ങളെ പരാമർശിച്ച് മോദി പ്രഖ്യാപിച്ചു. പ്രീണനത്തിനായി കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹിന്ദു മതവികാരങ്ങളെ അവഹേളിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചു. നാഗമംഗലയിൽ ഗണേശ നിമഞ്ജന ഘോഷയാത്രയ്ക്കിടെയുണ്ടായ കല്ലേറിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ 12-ന് ഹിന്ദു പ്രവർത്തകർ ബാംഗ്ലൂർ ടൗൺ ഹാളിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതാണ് ഇത്തരമൊരു കോളിളക്കം സൃഷ്ടിച്ച സംഭവം ഉണ്ടായത്. സംഘടനത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ ഹിന്ദുക്കളെ വെറുതെ വിടണമെന്നും കലാപകാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ബാംഗ്ലൂർ മഹാനഗർ ഗണേശ് ഉത്സവ സമിതിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ തീട്ടൂരം വകവയ്ക്കാതെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സംഘടിപ്പിച്ച ഗണപതി പൂജയിൽ പങ്കെടുത്ത് ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാനും സഹോദരി അർപ്പിത ഖാനും ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് നടത്തിയ പൂജകളുടെ ചിത്രങ്ങൾ മുഖ്യമന്ത്രി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. പൂച്ചെണ്ട് നൽകി ഷോൾ അണിയിച്ചാണ് സൽമാൻ ഖാനെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വരവേറ്റത്. അതേസമയം താരം മടങ്ങുമ്പോൾ കുട്ടി ഗണപതിയുടെ വിഗ്രഹം മുഖ്യമന്ത്രി സമ്മാനിച്ചിരുന്നു. സൽമാൻ ആരതി പൂജ നടത്തിയ ശേഷമാണ് മടങ്ങിയെന്നും ഷിൻഡെ പറഞ്ഞു. അതിനിടെ വിനായക ചതുർത്ഥി മനുഷ്യരെ പോലെ മൃഗങ്ങളും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി കാണിക്കുന്ന വീഡിയോ വൈറലായി. ഗണേശ ചതുർത്ഥി ഉത്സവത്തിനോടനുബന്ധിച്ച് ഗണേശ വിഗ്രഹം വെച്ച സ്ഥലത്ത് മൂർഖൻ പാമ്പ് വരുന്നതും ഭഗവാന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. മഹാദേവന്റെ കഴുത്തിലെ നാഗാഭരണം പോലെയാണ് ഗണപതിയുടെ കഴുത്തിലും പാമ്പിരിക്കുന്നത്. മഹേഷ് സാൽവെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഈ വീഡിയോ പങ്കുവച്ചത്. നാഗരാജൻ ഗണപതിയെ കാണാൻ വന്നു എന്ന അടിക്കുറിപ്പും നൽകി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.